ഹായ് ഹലോ പ്രൈസ് ദ ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിക്ക് എന്നൊരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വന്നു എന്ന് വരില്ല. രണ്ട് കൈയും കാലും ഇല്ലാതെ സ്റ്റേജുകളിൽ ഓടി നടന്ന് മോട്ടിവേഷൻ സ്പീക്കിംഗ് നടത്തുന്ന ഒരു ചെറിയ മനുഷ്യൻ. ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാകും. അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ഇവാഞ്ചലിസ്റ്റ് ആണ്. ഒരു ഇൻ്റർനാഷണൽ മോട്ടിവേഷൻ സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ ജനനം നമ്മളെപ്പോലെ ഒന്നും ആയിരുന്നില്ല. ജനിക്കുമ്പോൾ തന്നെ സ്വന്തമായി കൈകളും കാലുകളും ഇല്ലാതെയാണ് ആ മനുഷ്യൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ പലപ്പോഴും അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എന്തിന് ജീവിക്കണം, എന്തിന് ദൈവം ഈ ജീവിതം തന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നൊന്തു നുറുങ്ങിയ കുറേ ദിവസങ്ങൾ, സ്കൂൾ ജീവിതമാകട്ടെ കോളേജ് ജീവിതമാകട്ടെ, അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഐ ഹാവ് നോ ലെഗ്സ്, നോ ആംസ്, ബട്ട് ഐ ഹാവ് ജീസസ് ക്രൈസ്റ്റ്. ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഹല്ലേലൂയ. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: എനിക്ക് കൈകളില്ല, കാലുകളില്ല, പക്ഷേ എനിക്ക് യേശു കർത്താവുണ്ട്. എല്ലാറ്റിനേക്കാൾ എനിക്കത് ധാരാളമാണ്. ഹല്ലേലൂയ. ഒന്നിനും കൊള്ളില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ, ജീവിതം എന്തായിത്തീരുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ആ മനുഷ്യൻ, നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ കൈകാലുകൾ ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതം, ഒരു ഡെയിലി ലൈഫ് എങ്ങനെയായിത്തീരണം എന്ന്. ആ ഒരു മനുഷ്യൻ ഇന്ന് കർത്താവിനു വേണ്ടി ലോകമെമ്പാടും ഓടി നടന്ന് സുവിശേഷം അറിയിക്കുന്നു. അതിനൊരു കാരണം ഇതാണ്: ഹി ഹാവ് ടേസ്റ്റഡ് ദ ലോർഡ്. അദ്ദേഹം കർത്താവായ യേശുവിനെ രുചിച്ചറിഞ്ഞു. ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ജീവിതത്തിലെ പർപ്പസ് എന്താണെന്ന് അറിയാതിരുന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയതൊന്നുണ്ട്: ജീസസ് ഇസ് ഇനഫ്. ഒരിക്കൽ കർത്താവിനെ രുചിച്ചറിഞ്ഞാൽ കുറവുകൾ നമുക്ക് പിന്നീട് ഒരിക്കലും കുറവുകളായി തോന്നത്തില്ല. നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ, സമർപ്പിക്കാൻ തയ്യാറായാൽ നമ്മളെ ഉപയോഗിക്കാൻ കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ യോഗ്യതകളെ നോക്കാതെ, നമ്മുടെ ഡിഗ്രി നോക്കാതെ, ക്വാളിഫിക്കേഷൻസ് നോക്കാതെ നമ്മളെ അത്ഭുതകരമായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള, നമ്മളെ കർത്താവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ഉപയോഗിക്കപ്പെടുത്താൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത്, ഏത് ജീവിത പ്രതിസന്ധിയിലാണോ, ഏത് കുറവിൻ്റെ മധ്യത്തിലാണോ, ഭയപ്പെടേണ്ട. നിക്ക് എന്ന ആ മനുഷ്യനെ ഉപയോഗിക്കാൻ കരുത്തനായ കർത്താവ് എന്നെയും നിങ്ങളെയും ഉപയോഗിപ്പാൻ കരുത്തനാണ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതിന് കർത്താവ് ഇന്ന് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.